ഹായ് ഗായ്സ്, വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 1 മന്തിൻ്റെ മേലെ. പെട്ടെന്ന് ഉമ്മാക്കൊന്നും സുഖമില്ലാണ്ടായി, അങ്ങനെ ഹോസ്പിറ്റലായി. വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നൊരു മൈൻഡിലല്ലായിരുന്നുള്ളൂ. ഇന്ന് നമുക്ക് മെഡിക്കൽ കോളേജിലത്തെ ഒരു ദിവസം ഒന്ന് കണ്ടോക്കാം. ഫസ്റ്റ് നമുക്ക് ഉമ്മാക്ക് കൊടുക്കാനുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ ഒന്ന് മേടിച്ചിട്ട് വരണം. ഈ റൂട്ടിലോടുന്ന എല്ലാ വണ്ടിയൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഇവിടുത്തെ ഒന്നിന് ബ്രേക്ക് വർക്കില്ല, ആരും ചവിട്ടുന്നതാണില്ല. നമുക്കിനി ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഒരാളെ സഹായം വേണം, അല്ലാണ്ട് കയറൽ നടക്കില്ല. പാസ്സുള്ളതിന് മാത്രമേ കയറാൻ പറ്റൂ. നമ്മൾ പാസ്സും കൊണ്ട് ഇപ്പം നമ്മളെ താത്തയത് ഈ നടന്നു പോകുന്ന 2 ആൾക്കാരുണ്ടല്ലോ, ഒരു നമ്മളെ നെയ്ബേഴ്സ് കേട്ടോ, ഐസിയിലത്തെ. അങ്ങനെ പാസം കൊണ്ട് താത്തെത്തി. ഇനി നമുക്ക് ഉള്ളിൽ പോകണം. ഇനി അടുത്ത പരിപാടി പ്രഭാത കൃത്യങ്ങളൊക്കെ ഒന്ന് തീർക്കണം. ഇനി വൈകുന്നേരം വരെ ഓടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പാപ്പു പറഞ്ഞു കൊടുക്കുന്നത്. ഇതെല്ലാം എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെ പാപ്പു പറഞ്ഞതെങ്കിൽ ഇനി ഓരോന്നായിട്ട് തീർക്കണം. ഇടയിൽ നമ്മൾ ചെമ്മൂനൊരു ക്രയോൺസ് പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് മേടിച്ചു കൊടുക്കാം. കിട്ടിയപ്പോൾ ചെക്കൻ പരിപാടി സ്റ്റാർട്ടാക്കി. ഏത് നേരത്തും ബസ്സുകാരെ കുറ്റം പറയാനും ഡ്രൈവേഴ്സിനെ കുറ്റം പറയാനും മാത്രം തൊള്ളവർക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സും പിന്നെ അതേപോലെ ന്യൂസ് റീഡേഴ്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഇതൊന്ന് കണ്ടോക്കും. ആ പെട്ടെന്ന് ആ ഡ്രൈവർ എടുത്ത തീരുമാനം കൊണ്ട് ഒരു ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇവിടെ പിന്നെ ആംബുലൻസ് വരുന്നതിന് ഒരു കണക്കുമില്ല. ഇനി അടുത്ത് ഞാൻ ഈ പോകുന്നത് ഈ ഹോസ്പിറ്റലിലെ മെയിൻ ഒരു സ്ഥലത്തേക്കാണ്. DYFIന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന സ്ഥലമാണിത്. ഈ മെഡിക്കൽ കോളേജിൽ ഏകദേശം 6000 പേഷ്യൻസ് അഡ്മിഷനിലുള്ള പേഷ്യൻസ് സർക്കാർ ഹോസ്പിറ്റലിലും DYFI ഇത് കൊടുക്കുന്നുണ്ട്. പല പേഷ്യൻസും രോഗികളൊക്കെ ഈ ഫുഡ് കിട്ടുന്നത് കൊണ്ടാണ് ഭക്ഷണം കഴിച്ചു പോകുന്നത്. ഇനി അടുത്ത് നമ്മൾ ഫാർമസിയിലോട്ടാണ്. ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം വേണ്ട ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പോകാൻ. ഹോസ്പിറ്റലിനുള്ളിലാണെങ്കിൽ എപ്പോൾ തിരക്കായിരിക്കും. പിന്നെ നമ്മൾ പുറത്ത് പോകണം. ഒരു മരുന്ന് മേടിക്കാന്നുണ്ടെങ്കിൽ അതിന് 2 ഫോട്ടോസ്റ്റാറ്റ് എടുക്കണം. അങ്ങനെ അത് കൊണ്ടേ കൊടുത്ത് നെക്സ്റ്റ് പരിപാടി ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയി കിട്ടിയ പാലുണ്ട്, അതൊന്ന് ചൂടാക്കി കൊണ്ടുവന്ന് രാത്രിക്കത്തേക്കുള്ള ഫുഡും കൂടി മേടിച്ച് ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ കുറച്ചേരം ഗെയിമും കളിച്ചിരുന്ന്. അപ്പോൾ ഓക്കെ, ബൈ.